ഇതെന്താണ് എന്താണ് അയ്യോ പടം പോയോ കയ്യെന്ന് ആലോചിക്കും. പിന്നെ അങ്ങോട്ട് മമ്മൂക്ക ഒരു പരിപാടി ഉണ്ട്. ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി ഷോ ആണ് മൂവി. ആൻഡ് പിന്നെ രണ്ട് കോമഡി ക്യാമിയോസ് ഒക്കെ ഉണ്ട്. മമ്മൂട്ടിന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ, കൂളിംഗ് ഗ്ലാസും വെച്ചുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ. പടത്തിൽ മമ്മൂട്ടിക്ക് ഒരു അഭിനയ മുഹൂർത്തം പോലും ഇല്ല. മമ്മൂക്ക പിന്നെ ആസ് യൂഷ്വൽ ഭയങ്കര സ്റ്റൈലായിരുന്നു. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട് ഉണ്ടോ? ഉണ്ടാവും. നല്ലൊരു പടമായിരുന്നു. കാരണം മമ്മൂക്കാൻ്റെ എന്താ പറയുക, നല്ലൊരു അഭിനയം എന്ന് പറയുകയാണെങ്കിൽ സൂപ്പറായിരുന്നു. കാരണം ആക്ഷനും ഫൈറ്റ് എല്ലാം കൊണ്ട്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഏറ്റവും ലാസ്റ്റ് മമ്മൂക്കയുടെ അവസാനത്തെ ലുക്ക്. കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു ലുക്കിൽ മമ്മൂക്ക ഇറങ്ങി വന്നത്. സൂപ്പറാണ്. എല്ലാവരും പടം തിയേറ്ററിൽ തന്നെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. മമ്മൂട്ടി ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ആയിട്ട് ദൈവമേ 21 വയസ്സിലും പുള്ളിയുടെ നടക്കുന്ന സ്വാഗ് സ്റ്റൈൽ അത് ഡിഫറെൻറ്റ് ടൈപ്പ്. ക്ലൈമാക്സ് വേറെ സ്റ്റൈൽ വരുന്നുണ്ട്. ആൻഡ് ഓവറോൾ മമ്മൂക്ക പടം സസ്പെൻസ് ആണ്, ഇൻവെസ്റ്റിഗേഷൻ ആണ്. അപ്പോൾ ഭയങ്കര ട്വിസ്റ്റും ടേൺസും ഒക്കെ ഉണ്ടായിരുന്ന പടമാണ്. മമ്മൂക്ക പിന്നെ ആസ് യൂഷ്വൽ ഭയങ്കര സ്റ്റൈലായിരുന്നു. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ ആ സസ്പെൻസ് ഉള്ളത് കൊണ്ട് മമ്മൂക്കയുടെ ലുക്സ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും അടുത്ത ഇനി എന്തെന്നുള്ളൊരു ചിന്തയിൽ നമ്മളിതിനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഒരു വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ലാസ്റ്റ് വരെയും ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാം. അത് തന്നെയാണ് എൻ്റെ പ്രത്യേകത. 5 പൈസക്കില്ല പടം, 5 പൈസക്ക് ഒരു പടം. നമ്മൾ ഇവിടുന്ന് എല്ലാ സിനിമയും കാണും. ഒരു പടം നമ്മൾ ഇങ്ങനെ പറയില്ല, അത്രയും മോശമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ വളരെ ബോറാണ് ഈ പടത്തിൽ. എന്തുട്ടാ കാണിച്ചു വെച്ചിരുന്നേ, ഒരു പുതിയ സബ്ജക്റ്റ്, പുതിയ എന്ത് സബ്ജക്റ്റ് എടുത്തു പറയത്തക്ക ഒരു കഥ പോലും ഇല്ല ഇതില്. നിങ്ങൾ പോയി പടം കണ്ടോക്ക്, നമ്മുടെ സമയം പോകും. മമ്മൂട്ടിന്റെ ലുക്ക് മാത്രമേ ഉള്ളൂ, കൂളിംഗ് ഗ്ലാസും വെച്ചുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ. പടത്തിൽ മമ്മൂട്ടിക്ക് ഒരു അഭിനയ മുഹൂർത്തം പോലും ഇല്ല. ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ എന്തെന്നത് അയ്യേ, വളരെ പൊട്ട പടം, വളരെ മോശം പടമാണ്. ഒരു 5 പൈസക്കില്ല. അടിപൊളി സിനിമയാണ്, എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മമ്മൂക്കയുടെ ഇന്റർവ്യൂല് കഴിഞ്ഞതിന് ശേഷമാണ് നല്ലപോലെ പിന്നെ അടിപൊളി. അതാണ് മമ്മൂക്കയുടെ സ്റ്റൈലാണ് നമുക്ക് അത് ഇന്റർവ്യൂല് കഴിഞ്ഞിട്ടുള്ള മമ്മൂക്കയുടെ സ്റ്റൈലാണ് അടിപൊളി. മമ്മൂക്കയൊക്കെ കാണാൻ വേണ്ടി നല്ല സ്കെയിലുണ്ട് പടം. വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട് ഉണ്ടോ? ഉണ്ടാവും. അടിപൊളി പടം. നമ്മൾ ആദ്യം ഫസ്റ്റ് ഹാഫ് ഇതെന്താണ് അയ്യോ പടം പോയോ കയ്യെന്ന് ആലോചിക്കും. പിന്നെ അങ്ങോട്ട് മമ്മൂക്ക ഒരു പരിപാടി ഉണ്ട്. നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് 20 മിനിറ്റ് പിന്നെ പടം എന്താ പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് അവതാരം. ഒരു ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂട്ടി ഷോ ആണ് മൂവി. ആൻഡ് പിന്നെ രണ്ട് കോമഡി ക്യാമിയോസ് ഒക്കെ ഉണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം രീതിയിലൊരു ഗെയിമർ എന്ന രീതിയിൽ ഒരു സൈക്കോ ത്രില്ലർ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മളൊരു കൂടുതൽ ഗെയിമേഴ്സ് എന്താ പറയുക അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ പോകും. കാരണം ഒരു ത്രില്ലറാണ്, അതൊരു ഗെയിമിംഗ് രീതിയിൽ ഗെയിമിംഗ് പാറ്റേണിലൂടെ അവതരിപ്പിച്ച് ക്ലൈമാക്സ് അത്യാവശ്യം ഡിഷൊക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഒരു ആവറേജ് മൂവിയുടെ ഫീൽ ചെയ്തത്. ഏറ്റവും ഇത് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് സ്വാഗ്, പിന്നെ BGM എടുത്തു പറഞ്ഞതാണ്. പടം ഒരു ബേസ് ലെവലാണെങ്കിൽ BGM പടത്തിന് നന്നായി അപ്പ് ചെയ്യുന്നുണ്ട്. ഓവറോൾ ഒരു ആവറേജ് മൂവി, 1 ടൈം വാച്ച്. പടം അടിപൊളിയായിരുന്നു, സെറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോൾ പല പടങ്ങളൊക്കെ ഇറങ്ങിയിട്ട് പല പ്രശ്നങ്ങളും നിൽക്കല്ലേ. ഈ പറഞ്ഞ പോലെ ഒറ്റത്തരത്തിൽ പറയുകയാണെങ്കിൽ മല പോലെ വന്ന് കാറ്റേന്ന് പറഞ്ഞ പോലെ ചെറിയ തീയിൽ വന്നിട്ട് അങ്ങനെ ആളിപ്പടരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബസൂക്ക എന്തായാലും നല്ല പടമാണ്, സെറ്റ് പടമാണ്. എന്തായാലും എല്ലാവരും അടിപൊളിയായിരുന്നു. എല്ലാ പ്രാവശ്യം ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർക്ക് മമ്മൂക്ക എന്താണോ എക്സ്പെക്ടേഷൻ കൊടുത്തുള്ളത് അത് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളി. മമ്മൂക്കയുടെ അടുത്ത ഹിറ്റാണ്, ഇൻഡസ്ട്രി ഹിറ്റ്. പെർഫോമൻസ് നിങ്ങൾ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. ക്ലൈമാക്സ് പുള്ളി തകർത്തു. അടിപൊളിയാണ്. ഫൈറ്റൊക്കെ ഉണ്ടോ? പിന്നെ എല്ലാം ഉണ്ട്. സൂപ്പർ. പോയി കണ്ട് എല്ലാവരും കാണണം, പടം കാണണം. അസലായിട്ട് എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ബോറടിക്കാതെ കണ്ടുകൊണ്ടിരുന്നത്. സോ കൺഗ്രാറ്റ്സ് ടു ദ ഡയറക്ടർ ഓൾസോ. അത് നമ്മുടെ പ്രീവിയസ് മുമ്പുണ്ടായിരുന്ന അപ്പോൾ പുള്ളിക്കും കൺഗ്രാറ്റ്സ് ആൻഡ് ഹോൾ ടീം. പിന്നെ കാസ്റ്റിംഗ് വാസ് റിയലി ഗുഡ്. മമ്മൂക്ക പിന്നെ പൊളിച്ചടുക്കി. ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.